ഒക്ടോബർ 8 വിശുദ്ധരായ സർജിയസും ബച്ചൂസും രക്തസാക്ഷികൾ. 4-ാം നൂറ്റാണ്ടിൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് രക്തസാക്ഷിത്വം വരിച്ചവരാണ് വിശുദ്ധരായ സർജിയസും ബച്ചൂസും. സിറിയയിലെ റോമൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു സർജിയസ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നയാളാണ് ബച്ചൂസ്. അവർ ക്രിസ്ത്യാനികളും സുഹൃത്തുക്കളുമാണ്. മാക്സിമിയൻ ചക്രവർത്തിയുടെ സുഹൃത്തുക്കളുമായിരുന്നു ഈ രണ്ടുപേരും. മാക്സിമിയൻ ജുപ്പിറ്റർ ദേവൻ്റെ ആരാധനയ്ക്കായി ദേവാലയത്തിലേക്ക് വരുന്നുവെന്ന് കേട്ടപ്പോൾ അന്നേ ദിവസം ജോലിയിൽ നിന്ന് മാറി നിൽക്കുവാൻ രണ്ടുപേരും ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. മാക്സിമിയൻ ദേവനെ ആരാധിക്കാൻ വിസമ്മതിച്ച രണ്ടുപേരെയും സ്ത്രീവേഷം കെട്ടിച്ച് അറാബിയൂസ് തെരുവിലൂടെ അവരെ വലിച്ചിഴച്ച് അപമാനിച്ചു. തുടർന്ന് മെസപ്പട്ടോമിയയിലേക്ക് മാറ്റി, കൂടുതൽ മർദ്ദനങ്ങൾക്ക് വേണ്ടി. 2 ഇടങ്ങളിലായി പീഡിപ്പിക്കപ്പെട്ട അവരിൽ ബച്ചസ് ആദ്യം മരിച്ചു. അന്ന് രാത്രി സർജിയസിന് ഒരു ദർശനത്തിൽ പ്രത്യക്ഷനായി ബച്ചസ് പറഞ്ഞു, സഹിഷ്ണുത കാണിക്കുക. തൊട്ടടുത്ത ദിവസം സർജിയസും തലയിറക്കപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ചു. ക്രിസ്തുമതം റോമൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായപ്പോൾ വിശുദ്ധരായ സർജിയസും ബച്ചസും ബൈസന്റിയൻ സൈന്യത്തിൻ്റെ ഔദ്യോഗിക രക്ഷാധികാരികളായി മാറി. ജസ്റ്റീനിയൻ 1-ാമൻ ചക്രവർത്തി കോൺസ്റ്റാന്റിനോപ്പിളിൽ പണിത ബസിലിക്ക ദേവാലയം വിശുദ്ധരായ സർജിയസിൻ്റെയും ബച്ചൂസിൻ്റെയും നാമധേയത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. റോം മുതൽ പേർഷ്യ വരെ, ഇന്നത്തെ ഇറാൻ വരെ ഈ 2 വിശുദ്ധരുടെയും നാമം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും അനേകം പേർ ക്രിസ്തീയ മതത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തു. നാടോടികളായ അറബികളുടെ സ്വർഗീയ രക്ഷാധികാരികൾ കൂടിയാണ് വിശുദ്ധരായ സർജിയസും ബച്ചൂസും. വചനം 1 തിമോത്തിയോസ് 5-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ചിലരുടെ പാപങ്ങൾ നേരെ ന്യായവിധിയിലേക്ക് നയിക്കും വിധം പ്രകടമാണ്. മറ്റു ചിലരുടെ പാപങ്ങളാകട്ടെ കുറേ കഴിഞ്ഞ് വെളിപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ സൽപ്രവൃത്തികളും പ്രകടമാണ്, അഥവാ സ്പഷ്ടമല്ലെങ്കിൽ തന്നെയും അവയെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിചിന്തനം. ഈ തലമുറയിൽ തന്നെ വിശ്വാസരാഹിത്യം രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലുള്ള കുടുംബങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്ന സന്ധ്യാപ്രാർത്ഥനകളെ തകർക്കുന്ന സീരിയലുകളുടെ കാലമാണ് ഒരു കാലത്തെങ്കിൽ ഇന്ന് അന്യമതസ്ഥരുടെ കടന്നുകയറ്റം വ്യക്തമാണ്. നമ്മുടെ മക്കളും തലമുറകളും എത്ര കാലം വിശ്വാസം നിലനിർത്തുമെന്നുള്ളത് തിരിച്ചറിയപ്പെടേണ്ട വിഷയമാണ്. അവരുടെ തലമുറയ്ക്ക് ശേഷം വരുന്ന തലമുറയിൽ ക്രിസ്തീയ വിശ്വാസം നിലനിൽക്കുമോ? അക്കാലത്തുള്ളവർ 1-ാം നൂറ്റാണ്ടിലേതുപോലെ തന്നെ ക്രിസ്തീയ മതപീഡനത്തിലേക്ക് നീങ്ങപ്പെടുമോ എന്നുള്ളതും ചിന്തിക്കേണ്ട വിഷയം തന്നെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം വരും തലമുറകൾക്ക് വേണ്ടി.